മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമരമ്പലത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണം തുടരുന്നു. പുതിയക്കോട് അമ്പലക്കുന്നിൽ ആടുകൾക്ക് നേരെയാണ് അക്രമം ഉണ്ടായത്. അമരമ്പലം പഞ്ചായത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ കേന്ദ്രീകരിച്ച് മോഷണം പതിവാകുന്നു. വീടുകളിലെ ഇലക്ട്രിക് വയറിംഗ് സാധനങ്ങളാണ് മോഷ്ടിക്കുന്നത്. ഒരാഴ്ചക്കിടെ 2 ഇടങ്ങളിലാണ് സമാന രീതിയിൽ മോഷണം നടന്നിട്ടുള്ളത്. വേനൽച്ചൂടിന് ആശ്വാസമേകാൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിൽ വിളഞ്ഞ തണ്ണിമത്തനുകളും. മധുരമുള്ള തണ്ണിമത്തനുകളാണ് നിലമ്പൂരിന്റെ മലയോരത്ത് 100 മേനി വിളവുമായി നിൽക്കുന്നത്. കാർഷിക മേഖലയായ ചാലിയാർ പഞ്ചായത്തിലെ മണ്ണുപാടത്താണ് തണ്ണിമത്തന്റെ വിളവെടുപ്പ് നടന്നത്. എടക്കര കാക്കപ്പരതയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. അധികൃതരുടെ അനാസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സൗദി അറേബ്യയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 2 മലയാളികൾ മരിച്ചു. ഉംറ ഗ്രൂപ്പ് അമീറും പൂക്കോട്ടുംപാടം സ്വദേശിയുമായ കരുളായി ഇസ്മായിൽ നിസാമി, പത്തനാപുരം സ്വദേശി ഷീബ എന്നിവരാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. അമരമ്പലത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണം തുടരുന്നു. പുതിയക്കോട് അമ്പലക്കുന്നിൽ ആടുകൾക്ക് നേരെയാണ് അക്രമം ഉണ്ടായത്. ഒരാട്ടിൻകുട്ടി ചത്തു. അമ്പലക്കുന്ന് ക്ഷേത്രത്തിന് സമീപം നറുക്കിൽ ഉണ്ണികൃഷ്ണന്റെ 1.5 മാസം പ്രായമുള്ള ആട്ടിൻകുട്ടിയാണ് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ചത്തത്. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾ ശബ്ദം കേട്ടെത്തിയപ്പോഴേക്കും ആട്ടിൻകുട്ടി കൊല്ലപ്പെട്ടിരുന്നു. വനം ആർആർടി സംഘം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ, വാർഡംഗങ്ങളായ ടോണി വർഗീസ്, കെ സുഭാഷ്, മുൻ വാർഡംഗം PM ബിജു എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വനം വെറ്റിനറി സർജൻ ഡോക്ടർ S ശ്യാം പോസ്റ്റ്മോർട്ടം നടത്തി. ആടിന് നേരെയുണ്ടായത് പുലിയുടെ ആക്രമണമാവാം എന്നാണ് നിഗമനം. 2 ആഴ്ച മുൻപ് തട്ടിയേക്കൽ ഭാഗത്തും സമാനമായ രീതിയിൽ ആടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഇത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് കെണി സ്ഥാപിച്ചിട്ടുണ്ട്. പുതിയക്കോട്ടിൽ പുലി സാന്നിധ്യം സംശയിക്കുന്നതിനാൽ തട്ടിയേക്കലിൽ വെച്ചിട്ടുള്ള കെണി മാറ്റി സ്ഥാപിക്കുകയോ പുതിയ കൂടെത്തിക്കുകയോ ചെയ്യുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. അമരമ്പലം പഞ്ചായത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ കേന്ദ്രീകരിച്ച് മോഷണം പതിവാകുന്നു. വീടുകളിലെ ഇലക്ട്രിക് വയറിംഗ് സാധനങ്ങളാണ് മോഷ്ടിക്കുന്നത്. ഒരാഴ്ചക്കിടെ 2 ഇടങ്ങളിലാണ് സമാന രീതിയിൽ മോഷണം നടന്നിട്ടുള്ളത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം നടക്കുന്നത്. വയറിംഗ് പ്രവൃത്തി കഴിഞ്ഞ വീടുകളിലെ ഇലക്ട്രിക് കേബിളുകളാണ് പ്രധാനമായും മോഷണം പോകുന്നത്. ബുധനാഴ്ച രാത്രിയിൽ പൂക്കോട്ടുപാടം എടക്കര മലയോര പാതയോരത്തെ പറയങ്കാട് ഡയാലിസിസ് സെന്ററിന് സമീപം നിർമ്മാണത്തിലുള്ള മേലിടത്ത് ഹസ്കറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിനുള്ളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ക്യാമറ ഇല്ലാത്ത ഭാഗത്തെ വയറുകളാണ് മുറിച്ചെടുത്ത് പോയിട്ടുള്ളത്. വയറിംഗ് പൂർത്തീകരിച്ച് സീലിംഗ് പ്രവൃത്തി അടക്കം കഴിഞ്ഞ വീടാണിത്. വിവിധയിടങ്ങളിലെ കേബിളുകൾ മുറിച്ചെടുത്തതിനാൽ വീടിന്റെ മിക്ക ഭാഗത്തും പുതിയ കേബിളുകൾ ഇടണം. എന്നാൽ വയറിംഗിന് ശേഷം സീലിംഗ് നടത്തിയതിനാൽ ഇനി വയറിംഗ് ചെയ്യണമെങ്കിൽ സീലിംഗ് മുഴുവനും പൊളിച്ചു മാറ്റണം. ഇതിനുശേഷം വീണ്ടും സീലിംഗ് പ്രവൃത്തി നടത്തണം. ഈ പ്രവൃത്തി എല്ലാം ചെയ്തു വരുമ്പോഴേക്കും സാധനങ്ങളും പണിക്കൂലിയും അടക്കം 6 ലക്ഷം രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുകയാണെന്ന് വീട്ടുകാർ പറയുന്നു. നമ്മള് വീട് വയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വയറിങ്ങിന്റെ വയറിപ്പ് ഞങ്ങൾ ഇന്നലെ രാത്രി അയൽവക്കാരുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ പിന്നെ ഇന്ന് രാവിലെയാണ് കണ്ടത് വയറെല്ലാം കട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. വയറിങ് നടക്കുന്ന വീട് വയർ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. ഒരു ചെറിയ പീസുകളൊക്കെ കൊണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് മൊത്തം വീടിൻ്റെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. വയറിങ്ങിൻ്റെ ഫുള്ള് വയറും എല്ലാം അതിൻ്റെ തലയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോയ രീതിയിലാണ് കണ്ടത്. സൗണ്ട് കേട്ടുകാരുടെ അയൽവക്കാരൊക്കെ വന്ന് നോക്കി, പിന്നെ അവരെ ഒന്നും കണ്ടൊന്നുമില്ല. അങ്ങനെയാണ് മതിൽ ചാടിയിട്ട് എന്തോ കയറിയിട്ടാണ്. CC ക്യാമറ ഉണ്ട്, അതിലൊന്നും വന്നിട്ടില്ല. 2 ലക്ഷത്തിൻ്റെ മുകളിൽ ഉള്ള വയർ തന്നെ ഉണ്ടായിരുന്നു. ഇനി വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അത് സീലിങ്ങൊക്കെ കഴിഞ്ഞ് 4-5 ലക്ഷത്തിൻ്റെ മേലെ നമുക്ക് ഇനി നഷ്ടമായിട്ട് വരും. കൊണ്ടുപോയ ആൾക്ക് ചെറിയ രീതിയിലുള്ള അതിൻ്റെ എൻഡ് മാത്രം കട്ട് ചെയ്ത് 10,000 രൂപേൻ്റെ ഉള്ളൂ. നമുക്ക് ഭയങ്കര നഷ്ടമാണ് വന്നിട്ടുള്ളത്. സമാനമായുള്ള മോഷണമാണ് അച്ചാർ കമ്പനിയിലെ കല്ലിടുക്കിൽ ജോയൽ ജോസിന്റെ വീട്ടിലും നടന്നത്. കണക്ക് പ്രകാരം കുറഞ്ഞ തുകയുടെ വയറുകളാണ് മോഷണം പോകുന്നത് എങ്കിലും ഇത്തരം വീടുകളിൽ വയറിംഗ് വീണ്ടും ചെയ്യേണ്ട അവസ്ഥയാണ്. ഒപ്പം സീലിംഗ് അടക്കമുള്ള ജോലികളും. ഇതിനാൽ മോഷണം പോയ സാധനത്തിനേക്കാൾ ലക്ഷങ്ങളുടെ അധിക ബാധ്യതയാണ് ഉടമകൾക്കുണ്ടാവുന്നത്.
അതിനാൽ ഇത്തരം മോഷ്ടാക്കളെ ഉടൻ പോലീസ് പിടികൂടണമെന്നും ഒപ്പം വീടുകൾ നിർമ്മാണത്തിലിരിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും നഷ്ടം സംഭവിച്ച വീട്ടുടമസ്ഥർ പറയുന്നു. വേനൽ ചൂടിന് ആശ്വാസമേകാൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിൽ വിളഞ്ഞ തണ്ണിമത്തനുകളും. മധുരമുള്ള തണ്ണിമത്തനുകളാണ് നിലമ്പൂരിന്റെ മലയോരത്ത് നൂറുമേനി വിളവുമായി നിൽക്കുന്നത്. കാർഷിക മേഖലയായ ചാലിയാർ പഞ്ചായത്തിലെ മണ്ണുപാടത്താണ് തണ്ണിമത്തന്റെ വിളവെടുപ്പ് നടന്നത്. നിലമ്പൂരിന്റെ മണ്ണിൽ വിളഞ്ഞ തണ്ണിമത്തനുകൾ വാങ്ങുവാൻ നിരവധി പേരാണ് എത്തിയത്. ചാലിയാർ പഞ്ചായത്തിലെ മണ്ണുപാടത്ത് 5 ഏക്കർ സ്ഥലത്തുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കിടയിൽ ഇടവിളയായാണ് തണ്ണിമത്തൻ കൃഷിയുള്ളത്. മലപ്പുറം ജില്ലയിലെ തന്നെ പ്രധാന ഡ്രാഗൺ ഫ്രൂട്ട് കർഷകരായ നിലമ്പൂരിലെ ചെറുപുഷ്പം പയസ്, ജോസ് തോമാച്ചൻ, മയിലാടി സ്വദേശികളായ നാലകത്ത് സെമി, ഹൂദ് എന്നിവർ ചേർന്ന് പരീക്ഷണാടിസ്ഥാനത്തിലാണ് മേഖലയിൽ ആദ്യമായി തണ്ണിമത്തൻ കൃഷി നടത്തിയത്. കൃഷിയിൽ 100 മേനി വിളവ് ലഭിച്ച സന്തോഷത്തിലാണ് ഈ കർഷകർ. ഇന്ന് വിളവെടുപ്പിൽ ലഭിച്ചത് 7 കിലോ വരെ തൂക്കമുള്ള തണ്ണിമത്തനുകൾ. ആദ്യ കൃഷിയിൽ 20,000 തണ്ണിമത്തനുകളാണുള്ളത്. നിലവിൽ 1 കിലോ തണ്ണിമത്തന് 25 രൂപ പ്രകാരമാണ് ഇവർ ആവശ്യക്കാർക്ക് നൽകിയത്. വിളവെടുത്ത ആയിരക്കണക്കിന് തണ്ണിമത്തൻ മണിക്കൂറുകൾ കൊണ്ട് വിറ്റുപോയി. കരിങ്ങലത്താണിയിൽ നിന്നും കൊണ്ടുവന്ന ഉൽപാദന ശേഷി കൂടിയ ഹൈബ്രിഡ് വിത്തുകളാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കിടയിൽ ഇടവിളയായി കൃഷി ചെയ്തതെന്ന് ഇവർ പറഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഡ്രാഗന്റെ ഇടയിൽ ഇടവിളയായിട്ടാണ് ചെയ്തത്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥലം വെറുതെ കിടന്നപ്പോൾ അങ്ങനെ ഒരു ഐഡിയ തോന്നിയിട്ട് ഞങ്ങൾ ചെയ്തത്. അത് വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു, ഈ രീതിയിൽ വിജയിക്കുമെന്ന്. അപ്പം നല്ല വിത്ത് കിട്ടി, പിന്നെ നല്ലൊരു അഡ്വൈസറെ കിട്ടി. ഇത് ചെയ്യുന്ന രീതികൾ ഞങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കൃഷിയത്. ഞങ്ങൾ ഡ്രാഗണാണ് ബേസിക്കലി ചെയ്യുന്നത്. തണ്ണിമത്തൻ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുക. അപ്പോൾ ഒരു നല്ല വിത്ത്, നല്ലൊരു അഡ്വൈസർ, കൃഷി ഓഫീസർ, ഒരു പ്രൈവറ്റ് ആൾക്കാർ വന്നിട്ട് ഇതിൻ്റെ അഡ്വൈസൊക്കെ തന്ന് ഡ്രിപ്പ് ഇറിഗേഷനും ഡ്രിപ്പിൽ കൂടെ വളങ്ങളും ഒക്കെ കൊടുത്ത് അതിൽ 60 ദിവസം കൊണ്ട് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ലൊരു റിസൾട്ടാണ് അതിന് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പഴവും നല്ല ടേസ്റ്റാണ്. പുറത്തുനിന്ന് വരുന്ന പഴത്തിനേക്കാളും കളറും ഉണ്ട്, മധുരവും ഉണ്ട്. അപ്പോൾ നമ്മൾക്കൊരു ഏക്കറിലൊരു 10,000 കിലോ വെച്ച് കിട്ടുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങളിപ്പോൾ ഇന്ന് പറിച്ചു തുടങ്ങിയതേ ഉള്ളൂ. നല്ല ഡിമാൻഡുമാണ് ഇവിടെ. ലോക്കലി ഇതെല്ലാം റീറ്റെയിലായിട്ട് തന്നെ മുഴുവൻ വിൽക്കാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു ഡിമാൻഡിനനുസരിച്ച് കൊടുക്കാൻ കഴിയണില്ല. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് പ്രധാനമായ മലപ്പുറം ജില്ലയിലേക്ക് ഉൾപ്പെടെ തണ്ണിമത്തൻ നിലവിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ മണ്ണിലും തണ്ണിമത്തൻ 100 മേനി വിളവ് തരുമെന്ന് ഈ കർഷകർ തെളിയിച്ചു കഴിഞ്ഞു. 60 ദിവസങ്ങൾ കൊണ്ട് വിളവെടുപ്പ് നടത്തുവാൻ കഴിയുമെന്നതാണ് ഈ കൃഷിയുടെ നേട്ടം. വേനൽക്കാലത്ത് മാത്രമാണ് തണ്ണിമത്തൻ കൃഷി ചെയ്യുക. 2025 ഡിസംബർ 24 വിത്ത് നട്ട തണ്ണിമത്തനുകളാണ് 62ാം ദിവസം വിളവെടുത്തത്. നെൽപ്പാടങ്ങൾ, നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാം തണ്ണിമത്തന് 100 മേനി വിളവ് ലഭിക്കും. നിലമ്പൂരിന്റെ മണ്ണിൽ സ്വർണ്ണത്തിളക്കമുള്ള തേക്കുകൾ മാത്രമല്ല, എല്ലാ കൃഷികളും 100 മേനി വിളവ് തരും എന്ന സന്ദേശമാണ് ഈ കർഷകർ നൽകുന്നത്. സ്ഥലങ്ങൾ പാട്ടത്തിന് ലഭിച്ചാൽ കൂടുതൽ സ്ഥലത്തേക്ക് ഇവർ അടുത്ത വർഷം തണ്ണിമത്തൻ കൃഷി നടത്തും. എടക്കര കാക്കപ്പരതയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജലജീവൻ മിഷൻ പദ്ധതിക്കായി 1.5 വർഷം മുൻപ് വെട്ടിപ്പൊളിച്ച റോഡ് ഇതുവരെ നന്നാക്കാത്തതാണ് പൈപ്പ് തുടർച്ചയായി പൊട്ടുവാൻ കാരണമെന്ന് പൊതുപ്രവർത്തകൻ അബ്ദുൽ മജീദ് ചിറ്റങ്ങാടൻ പറഞ്ഞു. ഖബർസ്ഥാൻ റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാടത്തേക്കും റോഡിലേക്കും ഒഴുകി കെട്ടി നിൽക്കുകയാണ്. കടുത്ത വേനലിൽ കുന്നിൻ മുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോഴാണ് ടൺ കണക്കിന് വെള്ളം പാഴാകുന്നത്. 1.5 വർഷമായി തകർന്നു കിടക്കുന്ന റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും പൈപ്പ് ലൈൻ അടിയന്തരമായി നന്നാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സൗദി അറേബ്യയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 2 മലയാളികൾ മരിച്ചു. ഉംറ ഗ്രൂപ്പ് അമീറും പൂക്കോട്ടുംപാടം സ്വദേശിയുമായ കരുളായി ഇസ്മായിൽ നിസാമി, പത്തനാപുരം സ്വദേശി ഷീബ എന്നിവരാണ് മരിച്ചത്. റിയാദിൽ നിന്നും 500 കിലോമീറ്റർ അകലെ ഹോത്ത ബനീം തമീം മക്ക റോഡിലെ മഹ്ലൂമിയയിൽ ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. ബസിന്റെ പിൻവശത്തെ 2 ടയറുകൾ പൊട്ടിത്തെറിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് എതിർദിശയിലുള്ള റോഡിലേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ ബസിന്റെ മുകൾ വശത്തെ പാളികൾ തകർന്നു മാറുകയും പുറത്തേക്ക് തെറിച്ചുപോയ ഇസ്മായിൽ നിസാമിയും ഷീബയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയുമായിരുന്നു. ബസ്സിലുണ്ടായിരുന്ന 50ഓളം യാത്രക്കാരിൽ ഭൂരിഭാഗം പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. മലയാളികൾക്ക് പുറമെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ബംഗ്ലാദേശ് സ്വദേശികളും ഉൾപ്പെടുന്നു. ഇസ്മായിൽ നിസാമി ഉംറ ഗ്രൂപ്പ് അമീറായി പ്രവർത്തിക്കുകയായിരുന്നു. മരിച്ച ഷീബ ഭർത്താവിനോടൊപ്പം വർഷങ്ങളായി ഹോത്ത ബനി തമീമിൽ താമസിച്ചു വരികയായിരുന്നു. നിലമ്പൂർ അരുവാക്കോടിലെ കുമ്പാര ഉന്നതിയിൽ പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുമായി സംവദിച്ച് പ്രിയങ്ക ഗാന്ധി MP. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പ്രിയങ്ക ഗാന്ധി MP ഉന്നതിയിലെത്തിയത്. കളിമണ്ണിൽ നിർമ്മിച്ച മൈക്ക് നൽകി ചിന്നമാളു അമ്മ അവരെ സ്വീകരിച്ചു. മൺപാത്ര നിർമ്മാണത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് തൊഴിലാളികൾ പ്രിയങ്ക ഗാന്ധി MPയെ ധരിപ്പിച്ചു. മൺപാത്ര നിർമ്മാണം കണ്ടറിഞ്ഞ പ്രിയങ്ക ഗാന്ധി MPക്ക് മുൻപിൽ ചാമി കോളൂർക്കാവ് മണ്ണുകൊണ്ടുള്ള കൂജ നിർമ്മിച്ചു കാണിച്ചു.
ജവഹർലാൽ നെഹ്റുവിന്റെ മണ്ണുകൊണ്ടുള്ള ചിത്രം മോത്തി ജെറോമും ചെയ്തു കാണിച്ചു. രാജീവ് ഗാന്ധിയുടെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ചിത്രവും സമ്മാനിച്ചാണ് അവർ പ്രിയങ്ക ഗാന്ധി എംപിയെ യാത്രയാക്കിയത്. PV അബ്ദുൽ വഹാബ് MP, MLA-മാരായ AP അനിൽകുമാർ, ആരഡൻ ഷൌക്കത്ത്, DCC പ്രസിഡന്റ് VS ജോയ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയുടെ പുതിയ കളക്ടറായി 2016 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ഡോക്ടർ വിനയ് ഗോയൽ ചുമതലയേറ്റു. രാവിലെ 9:30 കളക്ടറേറ്റിലെത്തിയ വിനയ് ഗോയലിന് മുൻ കളക്ടർ VR വിനോദ് ചുമതല കൈമാറി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അധിക ചുമതലയും അദ്ദേഹം ഏറ്റെടുത്തു. ADM K ദേവകി, ഡെപ്യൂട്ടി കളക്ടർമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ, സിവിൽ സ്റ്റേഷനിലെ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പുതിയ കളക്ടറെ സ്വീകരിക്കാനായി എത്തിയിരുന്നു. 2016 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ഡോക്ടർ വിനയ് ഗോയൽ ഹരിയാന സ്വദേശിനിയാണ്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, ദേശീയ ആരോഗ്യ ദൌത്യം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ, കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ, ഹെൽത്ത് കേരള പ്രൊജക്ട് ഡയറക്ടർ, തിരുവല്ല സബ് കളക്ടർ, തിരുവനന്തപുരം ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണർ, കേരള റോഡ് ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ, പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ, കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡ് സെക്രട്ടറി, സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം CEO തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. ഹരിയാനയിലെ റോഹ്തക് PGIMSൽ നിന്നും MBBS ബിരുദം നേടിയ അദ്ദേഹം അമേരിക്കയിലെ ജോൺസ് ഹോപ്പിംഗ്സ് സർവകലാശാലയിൽ നിന്നും പൊതുജനാരോഗ്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. മുൻ കലക്ടർ തുടങ്ങിവെച്ച പദ്ധതികൾക്ക് തുടർച്ചയുണ്ടാകുമെന്ന് ചുമതലയേറ്റ ശേഷം കലക്ടർ പറഞ്ഞു. അടുത്ത് നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാധാനപരമായും കുറ്റമറ്റ രീതിയിലും നടത്തുക എന്നതാണ് ഒന്നാമത്തെ പരിഗണനയെന്ന് ഡോക്ടർ വിനയ് ഗോയൽ പറഞ്ഞു. തീരപ്രദേശവും മലയോര മേഖലകളും എല്ലാമുള്ള ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതയുള്ള മലപ്പുറം ജില്ലയുടെ സമഗ്ര പുരോഗമനത്തിനായുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾ, വീടുകളിലെ പ്രസവം, പട്ടികവർഗ വിഭാഗക്കാരുടെ ആരോഗ്യ ഉന്നമനം തുടങ്ങി ആരോഗ്യ മേഖലയിൽ ശ്രദ്ധയൂന്നിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഡോക്ടർ വിനയ് ഗോയൽ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അനുസരിച്ചുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള നടപടികൾ വിലയിരുത്തുന്നതിനായി ജില്ലയുടെ ചുമതലയുള്ള ഇലക്ട്രൽ റോൾ ഒബ്സർവർ K ബിജുവിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിൽ അവലോകന യോഗം ചേർന്നു. SIR പ്രസിദ്ധീകരിച്ചതിന് ശേഷം പുതുതായി വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള അപേക്ഷകൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്നും വോട്ടർ പട്ടികയിൽ ഒരു തരത്തിലുമുള്ള ഡ്യൂപ്ലിക്കേഷനും ഇല്ലാതിരിക്കുവാൻ BLO EROമാർ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പുതുതായി അനുവദിക്കപ്പെട്ട പോളിംഗ് ബൂത്തുകളിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുവാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. പുതിയ എല്ലാ വോട്ടർമാർക്കും ഫോട്ടോ പതിച്ച തെരഞ്ഞെടുപ്പ് വോട്ടർ ID ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇലക്ട്രൽ റോൾ ഒബ്സർവർ പറഞ്ഞു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, മുൻ ജില്ലാ കളക്ടർ VR വിനോദ്, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ TK ജയന്തി, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ, തെരഞ്ഞെടുപ്പ് വിഭാഗത്തിലെ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. മമ്പാട് ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കി വരുന്ന പോത്തുംകുട്ടി വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് നിഷാദ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഗീതാചന്ദ്രൻ, സരോജിനി U, പഞ്ചായത്ത് അംഗങ്ങളായ മുബീന ചോലയിൽ, സാജി കുഞ്ഞാറ്റ, വെറ്റിനറി സർജൻ ഐശ്വര്യ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ സതീഷ് എന്നിവർ പങ്കെടുത്തു. പോത്തുകുട്ടി വിതരണം ജനറൽ, പോത്തുകുട്ടി വിതരണം പട്ടികജാതി എന്നീ വിഭാഗത്തിലായി 143 പോത്തുകുട്ടികളെയാണ് ആകെ വിതരണം ചെയ്തത്. 2 പദ്ധതികൾക്കും കൂടിയായി പഞ്ചായത്ത് 25 ലക്ഷത്തോളം രൂപയാണ് മാറ്റിവച്ചിട്ടുള്ളത്. ഭിന്നശേഷി സമൂഹത്തിന്റെ സമഗ്ര പുനരധിവാസം ലക്ഷ്യമാക്കി സംസ്ഥാനത്ത് ആദ്യമായി തിരൂർ താലൂക്കിലെ കുറുമ്പത്തൂർ വില്ലേജിൽ തുടക്കം കുറിക്കുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാർ ഉള്ള ജില്ലയായതിനാൽ മലപ്പുറം ജില്ലയ്ക്ക് ഭിന്നശേഷി സംബന്ധമായ പദ്ധതികളിൽ പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി സമൂഹത്തിന്റെ ജീവിതങ്ങൾ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് ഒരു മെസ്സേജ് എന്നെ ടാഗ് ചെയ്ത് വരികയുണ്ടായി. അതിൽ പറഞ്ഞിരുന്നത്, ഗൾഫിൽ ജോലി ചെയ്യവേ ഭാര്യ വാഹന അപകടത്തിൽ മരണപ്പെട്ടു പോയപ്പോൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന മകളെ നോക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു പിതാവിൻ്റെ സഹനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഭൗതിക വെല്ലുവിളികൾ അനുഭവിക്കുന്നവരും തീവ്ര ഭിന്നശേഷി അനുഭവിക്കുന്നവരുമായ കുട്ടികളുടെ മാതാപിതാക്കൾ എത്രമാത്രം ആന്തരിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വിശദീകരിച്ചു കൊണ്ടാണ് ആ പോസ്റ്റിൽ
ഇത്തരത്തിലുള്ള ഒരു പുനരധിവാസ ഗ്രാമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ ആ പോസ്റ്റിന്റെ പിന്നിലുള്ള വ്യക്തി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ചരിത്രത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സംരംഭമാണ് സംയോജിത ഗ്രാമം പദ്ധതി. ഏതാനും വർഷം മുൻപ് സാമൂഹ്യ മാധ്യമം വഴി ഭിന്നശേഷി കുട്ടിയുടെ പിതാവിൽ നിന്നും ലഭിച്ച അപേക്ഷയിൽ നിന്നാണ് ഈ സംരംഭത്തിന്റെ തന്നെ തുടക്കം കുറിക്കപ്പെടുന്നത്. സംസ്ഥാനത്ത് 3 സംയോജിത ഗ്രാമങ്ങളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഗ്രാമമാണ് ആദവനാട് വരുന്നത്. 68 കോടി രൂപയുടെ പദ്ധതിക്ക് ആദ്യഘട്ടമായി 5 കോടി അനുവദിച്ചിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി മുഴുവൻ തുകയും ലഭ്യമാകും. വിദ്യാകിരണം, സ്വാശ്രയ, പരിണയം, അതിജീവനം എന്നിങ്ങനെ നിരവധി പദ്ധതികൾ ഭിന്നശേഷി സമൂഹത്തിനായി സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. CDM, RP, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നീ പദ്ധതികൾ അഭിനന്ദനാർഹമായ രീതിയിൽ ജില്ലയിൽ നടന്നുവരുന്നുണ്ട്. കുടുംബശ്രീ പോലെ ഭിന്നശേഷി സമൂഹത്തിനായി സ്വയം സഹായ നെറ്റ്വർക്ക് എന്ന നിലയ്ക്ക് സുശക്തി എന്ന പേരിൽ പദ്ധതി തുടങ്ങുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആദവനാട് നടന്ന ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. ആദവനാട് കുറുമ്പത്തൂരിലെ 5 ഏക്കർ ഭൂമിയിൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലായാണ് പുനരധിവാസ ഗ്രാമം ഉയരുന്നത്. ഭിന്നശേഷി അവകാശ നിയമപ്രകാരം ഭിന്നശേഷിക്കാരുടെ പുരോഗതിക്കായി ക്ഷേമം, അവകാശ സംരക്ഷണം, അവസര സമത്വത്തിനുള്ള കരുതൽ നടപടി, വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള തടസ്സങ്ങൾ നീക്കൽ, സാമൂഹ്യ പ്രക്രിയയിലുള്ള പൂർണ്ണ പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സകല മേഖലകളിലും തുല്യ അവസരം ഉറപ്പുവരുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പുനരധിവാസ ഗ്രാമത്തിന് തുടക്കം കുറിക്കുന്നത്. കോസ്റ്റ് ഫോർഡിനാണ് നിർമ്മാണ ചുമതല. പരിപാടിയിൽ സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ള സ്വാഗതം ആശംസിച്ചു. കോസ്റ്റ് ഫോർഡ് സീനിയർ പ്രൊജക്ട് ഡയറക്ടർ TK സ്കന്ദകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അരുൺ S. നായർ, പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ ഗഫൂർ P. ലില്ലീസ്, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV അജയ്, ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ആസാദ്, വൈസ് പ്രസിഡന്റ് സാജിദ പുന്നക്കാട്, മറ്റ് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.